നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി VP വിഷൻ വാർത്താ ചാനൽ വീണ്ടും നിങ്ങൾക്ക് മുൻപിൽ. പ്രധാന വാർത്തകൾ. ഏറെ വർണ്ണാഭമായ പരിപാടികളോടെ ഇത്തവണയും പ്രവേശനോത്സവം ഗംഭീരമായി. തോരണങ്ങളും പൂക്കളും കൊണ്ട് വിദ്യാലയ അന്തരീക്ഷം വളരെ മനോഹരമായിരുന്നു. സ്കൂളിലെ ബാൻഡ് ടീമിന്റെ അകമ്പടിയോടെ നവാതകരെ സ്വീകരിച്ചു. സ്കൂളിലെ പ്രധാന അധ്യാപകൻ ശ്രീ അജയ ഗോപാലൻ സർ സ്വാഗതം പറഞ്ഞുകൊണ്ട് പരിപാടികൾക്കൊക്കെ തുടക്കമായി. നവാതകർക്കൊരുക്കിയ നാടൻ പാട്ടും ലഹരി വിരുദ്ധ പാവനാടകവും ശ്രദ്ധേയമായി. ഉച്ചയ്ക്ക് ശേഷം 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായി ബേസ് ലൈൻ ടെസ്റ്റും നടന്നു. ഓരോ പ്രകൃതി വിഭവവും സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ പ്രാധാന്യത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഓരോ പരിസ്ഥിതി ദിനങ്ങളും. ഇത്തവണയും പരിസ്ഥിതി ദിനം ഏറെ ശ്രദ്ധേയമായി. പരിസ്ഥിതി ദിനം ആചരിച്ചു. ലോക പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഭാഗമായി സ്കൂളിൽ പരിസ്ഥിതി ദിന പ്രവർത്തനങ്ങൾ നടത്തി. വനങ്ങൾ, ജലം, വായു തുടങ്ങി ഓരോ പ്രകൃതി വിഭവവും സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ പ്രാധാന്യത്തെ ഓർമ്മപ്പെടുത്തുന്നവയാണ് ഓരോ പരിസ്ഥിതി ദിനങ്ങളും. പ്രധാന അധ്യാപകൻ അജയൻ മാഷിൻ്റെയും സ്കൂൾ ഹരിതസേന അംഗങ്ങളുടെയും നേതൃത്വത്തിൽ നടന്ന തൈനടൽ പ്രവർത്തനത്തിലൂടെ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. പരിസ്ഥിതി ദിനാഘോഷത്തിൻ്റെ ഭാഗമായി നടന്ന പോസ്റ്റർ രചനാ മത്സരം, ക്വിസ് മത്സരം എന്നിവ വിദ്യാർത്ഥികൾ താൽപ്പര്യപൂർവ്വം ഏറ്റെടുത്തു. പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ നടന്ന ഓൺലൈൻ പ്രസംഗ മത്സരവും മികച്ച നിലവാരം പുലർത്തി. പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രാധാന്യത്തെ വ്യക്തമാക്കുകയായിരുന്നു സ്കൂളിൽ നടന്ന ഓരോ പ്രവർത്തനവും. ബ്ലേസ്ഫുൾ ഗാദറിംഗ് 2025 മിന്നും വിജയവുമായി VPUPS മുന്നോട്ട്. 2024-25 അധ്യയന വർഷത്തെ USS സ്കോളർഷിപ്പ് പരീക്ഷയിൽ ചരിത്ര വിജയം നേടി VPUP സ്കൂൾ. പരീക്ഷ എഴുതിയ 47 വിദ്യാർത്ഥികളിൽ 30 പേരും സ്കോളർഷിപ്പിന് അർഹരായി. വിജയികൾക്കുള്ള അനുമോദന പരിപാടി മെയ് 16 വെള്ളിയാഴ്ച സ്കൂളിൽ വെച്ച് നടന്നു. ബാൻഡ് വാദ്യത്തിൻ്റെ അകമ്പടിയോടെ വിജയികളുമൊത്തു നടന്ന ഘോഷയാത്ര ശ്രദ്ധേയമായി. വിജയികളെ ആദരിക്കൽ, ഭക്ഷണ വിതരണം, കരിമരുന്ന് പ്രയോഗം എന്നിവ ചടങ്ങിൻ്റെ ഭാഗമായി നടന്നു. പ്രതിരോധിക്കാം ലഹരിക്കെതിരെ. സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കുമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പ്രതിരോധിക്കാം ലഹരിക്കെതിരെ ജൂൺ 4 ബുധനാഴ്ച സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മയക്കുമരുന്ന് പോലെയുള്ള ലഹരി വസ്തുക്കൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഉപയോഗിക്കുകയില്ല എന്നും പുസ്തകങ്ങളും വായനയും ആയിരിക്കും ഞങ്ങളുടെ ലഹരി എന്നും ഓരോരുത്തരും മനസ്സിൽ പ്രതിജ്ഞ ചെയ്തു. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികൾക്ക് പുതുപ്രതീക്ഷ നൽകി സ്കൂൾ ബാൻഡ് ടീം. പുതുവർഷത്തിൽ എല്ലാം പുത്തൻ തന്നെ. 5ാം ക്ലാസ്സിലേക്ക് എത്തിയ കൊച്ചു കൂട്ടുകാരെ വരവേറ്റത് VPUPSലെ പുതിയ ബാൻഡ് ടീം. 12 പേരടങ്ങുന്ന സംഘം ആദ്യവേളയിൽ തന്നെ അതിഗംഭീരമായ പ്രകടനമാണ് കാഴ്ചവെച്ചത്. ദിവസങ്ങളോളം നടത്തിയ പരിശീലനത്തിനൊപ്പം നിറപ്പകിട്ടാർന്ന യൂണിഫോം കൂടിയായപ്പോൾ ബാൻഡ് ടീം എല്ലാവരുടെയും മനസ്സിൽ ശ്രദ്ധ നേടി. സ്കൂൾ ഗൈഡ് അധ്യാപികയായ ബിന്ദു ടീച്ചറാണ് ഈ ടീമിന് നേതൃത്വം നൽകിയത്. ഇനി പെരുന്നാൾ മൊഞ്ചിന്റെ വിസ്മയ കാഴ്ചകളിലേക്ക്. പെരുന്നാൾ മൊഞ്ച് മണവാട്ടി ഒരുക്കൽ മത്സരത്തിലൂടെ ഇത്തവണത്തെ പെരുന്നാൾ ആഘോഷ പരിപാടികൾ വ്യത്യസ്തത പുലർത്തി. മൈലാഞ്ചി ഇടൽ എന്ന സ്ഥിര പരിപാടിയിൽ നിന്ന് മണവാട്ടിയെ ഒരുക്കലായപ്പോഴേക്കും കുട്ടികളിൽ ആവേശവും കൗതുകവും ഏറുകയാണുണ്ടായത്. ഓരോ ക്ലാസ്സുകളിൽ നിന്നും 3 പേരടങ്ങുന്ന അംഗങ്ങളായിട്ടായിരുന്നു പരിപാടികൾ നടന്നത്. ഭക്ഷണശാല സജീവമായി. അധ്യയന വർഷ ആരംഭത്തിൽ തന്നെ വിദ്യാർത്ഥികൾക്കായി വ്യത്യസ്തവും രുചികരവുമായ വിഭവങ്ങൾ ഒരുക്കാൻ VPUPSന് കഴിഞ്ഞു. ബക്രീദിനോടനുബന്ധിച്ച് നെയ്ച്ചോറും ചിക്കൻ കറിയും നൽകാൻ സാധിച്ചത് വളരെ ശ്രദ്ധേയമായി.